1971 നിങ്ങളുടെ അമ്മൂമ്മയുമായിട്ട് എന്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ബംഗ്ലാദേശ് യുദ്ധം തുടങ്ങുന്നത്. വാറന്റ് വന്നു, പെട്ടെന്ന് എനിക്ക് പോകേണ്ടി വന്നു. 1980 ആണോ 81 ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. കാഠ്മണ്ഡുന്ന് ചൈനക്കാരിറങ്ങി വന്നു. നിനക്ക് ഉച്ചയ്ക്ക് കഴിക്കാനോ ഉണ്ട്? ആ മൗനവ്രതത്തില്ല. നിനക്കോ? എന്തു ചേച്ചാ? ഒന്നുമില്ല അച്ഛാ, എന്തായാലും ഇവൻ പോകാൻ തീരുമാനിച്ചു. നമുക്ക് ഊട്ടിയിലുള്ള 16 ഏക്കർ സബർജലി തോട്ടമില്ലേ, അത് വിട്ട് ഇവളുടെ കല്യാണം നടത്താം. എന്തായാലും ഇവനത് ആവശ്യമില്ലല്ലോ. ആര് പറഞ്ഞു വേണ്ടെന്ന്? എനിക്ക് എന്റെ ഉസ്ബെക്കിസ്ഥാനിലെ MBBS പഠനം കഴിഞ്ഞിട്ടാണ് ഊട്ടിയിലെ ആ സബർജലി തോട്ടം നടക്ക്. നീ ഇവിടെ നിന്നു. അവള് പോട്ടറാ. ഇല്ല കള്ളക്കളി ഫൗൾ പ്ലേ. ഇത് കള്ളക്കളി ഫൗൾ. നീ തോറ്റു. മക്കളെ, നീ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഏതൊരു കോഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ? അതെ, മാൾട്ട മൗറീഷ്യസിലേക്ക് ആഴ്ചയിൽ ഒരു ദിവസേ ക്ലാസ് ഉള്ളൂ. ഡിപ്ലോമ കോഴ്സ്. പഠിക്കണ സമയത്ത് ജോലിയും ചെയ്യാം. നമ്മുടെ സർലയുടെ മോനില്ലേ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുക. എന്തെങ്കിലും റെഡിയാക്കി കൊടുക്കുക. അവ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടടി. സർലയ്ക്ക് പറ്റിയ കോഴ്സ് എല്ലാം ഉണ്ടോ? അച്ഛാ, എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. സർലയും സർലയുടെ മോനെയും എല്ലാത്തിനും ഇപ്പൊ ഞാൻ നോക്കേണ്ട അവസ്ഥയെ. എന്റെ മൊറീഷ്യസ് സ്വപ്നവും പോയി. എനിക്കിപ്പോ ആരുമില്ല. ചേട്ടാ, എന്താ ചേട്ടൻ പൊക്കോ. എങ്ങോട്ട്? ചേട്ടൻ പൊക്കോ. ശരിക്കും എനിക്ക് കുഴപ്പമില്ല. ചേട്ടനാണെങ്കിൽ പ്രായമായി, ചേട്ടന് വലിയ കഴിവില്ല, പെണ്ണ് കിട്ടിയിട്ടില്ല. എനിക്ക് നീ സമയമുണ്ടല്ലോ, ഞാൻ പിന്നെ വന്നോളാം. അപ്പൊ അപ്പൂപ്പനോ? അപ്പൂപ്പനൊക്കെ ഓക്കെയാ. അപ്പൊ സബർജില്ലയോ? സബർജലി എനിക്ക്, തോട്ടൻ ചേട്ടന്. അപ്പൂപ്പ അമ്മ ഓക്കെ അല്ലേ? ഓക്കേ. ഞാൻ പഠനം ഇനി വിദേശത്താകട്ടെ സ്വദേശത്താകട്ടെ, ഇനിയെല്ലാം ഒറ്റ കുടക്കീഴിൽ. ബിഗ് ടൈസ് ഓവർസീസ്, ദ ട്രസ്റ്റഡ് പാർട്ണർ.